MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അദ്ദേഹം സ്വമേധയാ രാജ്യസന്നദ്ധത അറിയിച്ചു. ഇത് CPIM ചെയ്താൽ FIR ഇല്ല രാജി എന്ന ധാർമ്മികതയുടെ ക്ലാസ് കേൾക്കേണ്ടി വന്നേനെ. രാഹുലിനെ പരോക്ഷമായി പിന്തുണച്ച ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. ആരോപണമുയർന്നപ്പോൾ രാഹുൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നുവെന്നും അത് നേതൃത്വം അംഗീകരിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടേ എന്ന ചോദ്യത്തിന് മറ്റു പാർട്ടികൾക്ക് അത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുവാൻ അർഹതയില്ലെന്നായിരുന്നു ഷാഫിയുടെ മറുപടി. ആരോപണ വിധേയരെ CPIM ചെയ്യുന്നതുപോലെ സംരക്ഷിച്ചു പിടിക്കുവാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ലെന്നും ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ നിർവീര്യമാക്കാനാകില്ലെന്നും ഷാഫി പറമ്പിൽ വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സൈബർ ആക്രമണം. ഹണി ഭാസ്കരന്റെ പരാതിയിൽ 9 പേർക്കെതിരെ FIR. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 9 പ്രതികൾക്കെതിരെയാണ് FIR ഇട്ടിരിക്കുന്നത്. തന്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിലുള്ള കമന്റുകളാണ് തനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നേരിടേണ്ടി വന്നത് എന്നാണ് ഹണി ഭാസ്കരന്റെ പരാതി. സൈബർ ആക്രമണത്തെക്കുറിച്ച് ഇന്നലെയാണ് ഹണി ഭാസ്കരൻ പോലീസിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വെളിപ്പെടുത്തലിന് പിന്നാലെ നേരിടുന്നത് ഭീകരമായ സൈബർ ആക്രമണമെന്ന് ഹണി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്രയും ഭീകരമായ സൈബർ ആക്രമണം നേരിടുന്നത് ആദ്യമായിട്ടാണെന്നും സമൂഹമാധ്യമങ്ങളിൽ താൻ പങ്കുവച്ച ചിത്രങ്ങൾ ദുരുപയോഗിക്കുന്നുവെന്നും ഹണി പറഞ്ഞു. സൈബർ ആക്രമണത്തിനെതിരെ ഹണി ഭാസ്കരൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. BJP കേരളം പിടിക്കും. അമിത്ഷായ്ക്ക് റിപ്പോർട്ട് നൽകി സംസ്ഥാന നേതൃത്വം. കേരളം പിടിക്കുമെന്ന് അമിത്ഷായ്ക്ക് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. ത്രിപുര മോഡൽ മാറ്റം കേരളത്തിലുണ്ടാകും. അതിനുള്ള 80% പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് BJP സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് നൽകി. പ്രവർത്തനം 20% കൂടി പൂർത്തിയായാൽ ത്രിപുര മോഡൽ മാറ്റം കേരളത്തിലും ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ 25% കടക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ നിർണായക സ്വാധീനം BJPക്ക് ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വോട്ട് ചോരി ആരോപണങ്ങളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വികസന രാഷ്ട്രീയം പറഞ്ഞ് മറികടക്കാനാണ് BJPയുടെ തീരുമാനം. അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിന്റെ പ്രധാന അജണ്ടയും ഇതുതന്നെയായിരുന്നു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതി സുരേഷ് ഗോപിയുടെ സഹോദരന്റെ മൊഴിയെടുക്കും. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കും. TN പ്രതാപിന്റെ പരാതിയിലാണ് പോലീസിന്റെ തീരുമാനം. പരാതിയിൽ പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും കേസിലെ തുടർ നടപടികൾ. സുഭാഷ് ഗോപിയെ തൃശൂർ ACP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുവാനാണ് പോലീസ് നീക്കം നടത്തുന്നത്. സുഭാഷ് ഗോപിയുടെ വീട്ടുകാരുടെ ഉൾപ്പെടെ വോട്ട് ചോർത്തിയതിൽ ക്രമക്കേടുണ്ട്. തൃശൂരിൽ സ്ഥിരതാമസക്കാരല്ലാത്തവർ വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ഇവിടെ വോട്ട് ചേർത്തത് എന്നതായിരുന്നു TN പ്രതാപന്റെ ആരോപണം. 11 വോട്ടുകൾ പുനഃപരിശോധിക്കണമെന്നും പോലീസിന് സമർപ്പിച്ച പരാതിയിൽ TN പ്രതാപൻ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നേരത്തെ നൽകിയ പരാതിയിൽ തൃശൂർ ACP ആണ് അന്വേഷണം നടത്തുക. വ്യാജരേഖ ചമച്ച് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തുവെന്നും വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നുമാണ് TN പ്രതാപന്റെ പരാതി. ന്യൂയോർക്കിൽ ബസ് അപകടത്തിൽ 5 മരണം. അപകടത്തിൽപ്പെട്ടത് ഇന്ത്യക്കാർ ഉൾപ്പെടെ 52 പേർ. ന്യൂയോർക്കിൽ ബസ് അപകടത്തിൽ 5 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. വിനോദസഞ്ചാരികളുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ടവരിൽ ഏറെ പേരും ഇന്ത്യ, ചൈന, ഫിലിപ്പീൻസ് സ്വദേശികളാണ്. നയാഗ്ര സന്ദർശിച്ച് അമേരിക്ക കാനഡ അതിർത്തി വഴി ന്യൂയോർക്കിലേക്ക് പോയ ബസ് ദേശീയപാതയിൽ വച്ച് നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണം. മലയാളിയെ ഏറെ ചിന്തിപ്പിച്ച കാവ്യപ്രപഞ്ചം അയ്യപ്പ പണിക്കരെ ഓർക്കുമ്പോൾ. പ്രശസ്ത കവിയും അധ്യാപകനും നിരൂപകനുമായിരുന്ന ഡോക്ടർ K. അയ്യപ്പ പണിക്കർ ഓർമ്മയായിട്ട് 19 വർഷം. മലയാള കവിതയെ ഉത്തരാധുനികതയിലേക്ക് കൈപിടിച്ചു നടത്തിയ കവി കൂടിയാണ് അയ്യപ്പ പണിക്കർ. വിമർശനവും ആക്ഷേപഹാസ്യവും ആ കവിതകളുടെ മുഖമുദ്രയാണ്. കലുഷിതമായ കാലത്തിന്റെ സംഘർഷങ്ങൾ കവിതയ്ക്ക് വിഷയമാക്കിയ കവിയാണ് അയ്യപ്പ പണിക്കർ. ആളുതിക്കി തിരക്കിയേറുന്നതാണ് ചന്തയതാണൻ പ്രപഞ്ചം
എന്ന വരികളിലൂടെ കാൽപ്പനികതയുടെ കാവ്യപ്രപഞ്ചത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള ചുവടുമാറ്റം. ആക്ഷേപഹാസ്യത്തിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കവിതകളാണ് അയ്യപ്പ പണിക്കർ എഴുതിയതിലേറെയും. കുരുക്ഷേത്രം എന്ന കവിതയിലൂടെ മലയാള കവിതയിൽ അദ്ദേഹം ആധുനികതയ്ക്ക് തുടക്കമിട്ടു. കാലത്തോടൊപ്പം നടന്നപ്പോൾ തന്നെ കവിതയെ ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തു അയ്യപ്പ പണിക്കർ. ഭാഷയിലും രൂപത്തിലും അഴിച്ചുപണി നടത്തി ഗദ്യ കവിതകളിലേക്കും കാർട്ടൂൺ കവിതകളിലേക്കും കടന്ന പ്രതിഭ. കുട്ടനാട്ടുകാരനായ ഡോക്ടർ അയ്യപ്പ പണിക്കർ കേരളത്തിലെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് അധ്യാപകരിലൊരാളും ഭാഷാ പണ്ഡിതനുമായിരുന്നു. ഭാഷയിലും സാഹിത്യത്തിലും നൽകിയ സംഭാവനകൾ മുൻനിർത്തി രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മുതലമടയിൽ റിസോർട്ടിൽ ആദിവാസിയെ പൂട്ടിയിട്ട സംഭവം, റിസോർട്ട് ഉടമ അറസ്റ്റിൽ. പാലക്കാട് മുതലമടയിൽ ആദിവാസിയായ മധ്യവയസ്കനെ റിസോർട്ടിൽ ഭക്ഷണം പോലും നൽകാതെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ റിസോർട്ട് ഉടമ അറസ്റ്റിൽ. മുതലമട സ്വദേശി രംഗനായികി എന്ന പാപ്പാത്തിയാണ് കൊല്ലംകോട് പോലീസിന്റെ പിടിയിലായത്. റിസോർട്ട് നടത്തിപ്പുകാരനായ ഇവരുടെ മകൻ പ്രഭു ഒളിവിലാണെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് മുതലമടയിലെ റിസോർട്ടിൽ ജീവനക്കാരനായ വെള്ളയപ്പൻ എന്ന 54-കാരനെ മുറിയിൽ പൂട്ടിയിട്ടത്. അനുമതിയില്ലാതെ ബിയർ എടുത്ത് കുടിച്ചു എന്നാരോപിച്ചായിരുന്നു രംഗനായികയും അവരുടെ മകനും മുറിയിൽ പൂട്ടിയിട്ടതും മർദ്ദിച്ചതുമെന്ന് വെള്ളയപ്പൻ മൊഴി നൽകിയിരുന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന് ഇയാളെ മുറി പൊളിച്ചാണ് പുറത്തെത്തിച്ചത്. മർദ്ദനമേറ്റ വെള്ളയപ്പൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം പുറത്തറിയിച്ച ആളെയും കാണാനില്ലെന്നാണ് പോലീസ് പറയുന്നത്. കേസിലെ മുഖ്യപ്രതിയായ പ്രഭുവിനെ കണ്ടെത്തുവാൻ അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹണി ഭാസ്കറിനെതിരായ സൈബർ ആക്രമണം, പ്രതിപട്ടികയിൽ മുൻ IPS ഓഫീസറും. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറിന്റെ പരാതിയിൽ 9 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതിപട്ടികയിൽ മുൻ IPS ഓഫീസറും ഉൾപ്പെടുന്നു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഡി മധു കേസിലെ 4ാം പ്രതി. മധു ഡി ഊർക്കനഗൻ എന്ന പേജിലൂടെയാണ് സൈബർ ആക്രമണം നടത്തിയത്. തിരുവനന്തപുരം സിറ്റി പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. മധു, പോൾ ഫ്രെഡി, അഫ്സൽ കാസിം, വി ഹെയ്റ്റ് CPM തുടങ്ങിയ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെയാണ് കേസ്. ഹണി ഭാസ്കറിന്റെ ഫേസ്ബുക്കിൽ നിന്നും ചിത്രങ്ങൾ എടുത്ത് അവരെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശമായി പ്രചരിപ്പിച്ചെന്നാണ് പരാതി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.